താരനെ തലയിലെ പ്രശ്നമായിട്ടാണ് കാണുന്നത്. വിയർപ്പ് നാറ്റം മനുഷ്യന് പൊതുവിലുള്ള ഒരു പ്രശ്നമാണ് വിയർപ്പ് നാറ്റം. അതേപോലെ തന്നെ മറ്റൊരു നാറ്റമാണ് വായുനാറ്റം. സത്യത്തിൽ വായിന്റെ നാറ്റമല്ല വായുനാറ്റം. രണ്ട് ടൈപ്പ് വളിയുണ്ട്. ഒന്ന് ഒച്ചനെ പോണ വളിയും ഒന്ന് ഒച്ചയില്ലാതെ പോകുന്ന വളിയും. നമ്മള് താരനെ തലയിലെ പ്രശ്നമായിട്ടാണ് കാണുന്നത്. തലയിലെ പ്രശ്നം താരൻ അങ്ങനെയല്ലേ? വെണ്ണ പുരട്ടിക്ക നമുക്ക് താരൻ മാറ്റാൻ പറ്റും. പക്ഷേ താരൻ തലയിലെ പ്രശ്നമല്ല എന്നാണ് നമ്മൾ അക്യുപങ്ചറിന്റെ സയൻസ് പറയാം. താരൻ വയറിന്റെ കംപ്ലൈന്റ് ആണ്. വയറ് നന്നായാൽ താരൻ മാറും. രണ്ട് രീതിയിലാണ് താരൻ വരാം. നമ്മൾ എണ്ണ പുരട്ടിയിട്ട് ആ എണ്ണ നന്നായിട്ട് ക്ലീൻ ആവാതെ വരുമ്പോൾ താരൻ വരും എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു താരൻ സ്റ്റൊമക് ഡിസോർഡർ ആണ്. എർത്ത് എലമെന്റിന്റെ ഇൻബാലൻസ് ആണ് താരൻ എന്നാണ് നമ്മൾ പറയാം. സ്റ്റൊമക്കിന്റെ പ്രശ്നമാണ്. അപ്പോൾ താരന് നിങ്ങൾ എത്ര എണ്ണ തേച്ച് താരൻ മാറ്റാൻ നോക്കിയാലും താരൻ മാറൂല. താരൻ തൽക്കാലം മാറും, പിന്നെയും വരും. നേരത്തെ പറഞ്ഞ പോലെ അത് ബാലൻസ് ആവണമെങ്കിൽ നിങ്ങളുടെ രോഗം മാറണം. ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ലക്ഷണമായിട്ടാണ് താരൻ വന്നതെങ്കിൽ താരനെ മാറ്റാൻ വേണ്ടി ഏത് എണ്ണ ഉപയോഗിച്ചാലും ആ എണ്ണ തീരുമ്പോൾ വീണ്ടും താരൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ താരന്റെ പ്രധാനപ്പെട്ട വില്ലനായിട്ട് അക്യുപങ്ചറിൽ പറയുമ്പോൾ എർത്ത് എലമെന്റ് ആണ്, സ്റ്റൊമക്കിന്റെ പ്രശ്നമാണ്. അപ്പൊ വയറ് നന്നാവണം. വിയർപ്പ് നാറ്റം മനുഷ്യന് പൊതുവിലുള്ള ഒരു പ്രശ്നമാണ് വിയർപ്പ് നാറ്റം. ഈ വിയർപ്പ് നാറ്റവും എന്തല്ല, വിയർപ്പിന്റെ നാറ്റമല്ല, പകരം നമ്മുടെ വയറിന്റെ കംപ്ലൈന്റിന്റെ നാറ്റമാണ്. ആ വയറിന്റെ കംപ്ലൈന്റ് ശരിയാകുമ്പോൾ ആ വിയർപ്പ് നാറ്റം പോകും. ആ വയറിന്റെ കംപ്ലൈന്റ് കളയുന്ന സംവിധാനത്തിൽ ഒന്നാണ് വിയർപ്പിന്റെ നാറ്റം. സ്റ്റൊമക്കിന് പ്രശ്നമുണ്ട്, വയറിന്റെ എർത്ത് എലമെന്റിന്റെ പ്രശ്നം പരിഹരിക്കുന്നതാണ് ആ വിയർപ്പിലൂടെ. വിയർത്ത് പോയാൽ അവന്റെ എന്താവും, ആ മാലിന്യം അങ്ങനെ പോകും. അപ്പൊ അതിന് ചെറിയ നാറ്റം ഉണ്ടാവും. ആ നാറ്റം സത്യത്തില് വിയർപ്പിനല്ല, ആന്തരിക അവയവത്തിന്റെ നാറ്റമാണ്. അത് ശരിയാകുമ്പോൾ, ആന്തരികാവയവം ശരിയാകുമ്പോൾ വിയർപ്പിന്റെ നാറ്റവും മാറും. അതേപോലെ തന്നെ മറ്റൊരു നാറ്റമാണ് വായുനാറ്റം. സത്യത്തിൽ വായിന്റെ നാറ്റമല്ല വായുനാറ്റം. രണ്ട് രീതിയിൽ വായു നാറാം. ഒന്ന് വായു ക്ലീൻ ചെയ്യാതെ പല്ല് തേക്കില്ലാത്ത ആൾക്ക് വായു നാറും, അത് വേറൊരു വായുനാറ്റമാണ്. പല്ല് തേക്കാത്തതിന്റെ വായുനാറ്റമാണ്. എത്ര പല്ല് തേച്ചാലും ബ്രഷ് ചെയ്താലും എത്ര നല്ല പേസ്റ്റ് ഉപയോഗിച്ചാലും വായു നാറും ചില ആളുകൾക്ക്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാല് രണ്ട് ടൈപ്പ് വളിയുണ്ട്. ഒന്ന് ഒച്ചനെ പോണ വളിയും ഒന്ന് ഒച്ചയില്ലാതെ പോകുന്ന വളിയും. ഒച്ചയില്ലാതെ പോകുന്ന വളിയുടെ പേര് കുശു, അല്ലെ? ഈ രണ്ട് വളിയും പുറത്തേക്ക് പോയില്ലെങ്കിൽ ഇത് വയറ്റിൽ ഇങ്ങനെ കിടന്നിട്ട് വയറ് ഇങ്ങനെ എന്താവും, ജാമാവും. എന്ന് പറഞ്ഞാൽ വയറൊക്കെ ഇങ്ങനെ ഒന്ന് ഉയർത്തിട്ടുണ്ടാവും. സത്യത്തിൽ വയറ് കുമ്പ പോലെ അയക്കണത് കുറെ വളിയാണ് പോയാൽ തന്നെ ശരിയാവും. പക്ഷെ വിടാൻ കഴിയില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ ഏമ്പക്കായിട്ടായിരിക്കും പോവുക. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ആ ഗ്യാസ് പോയില്ലെങ്കിൽ ഇത് തിങ്ങി വയറ് നിറഞ്ഞിങ്ങനെ ഇരിക്കും. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് വായുനാറ്റമായും വരും. അപ്പൊ വയറ്റിൽ നിന്ന് മര്യാദക്ക് പോയാൽ വയറ് ശുദ്ധിയാണെങ്കിൽ ഈ നാറ്റം ഉണ്ടാവില്ല, വായിലെ നാറ്റം ഉണ്ടാവില്ല. അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട വിഷയം, രണ്ടെണ്ണം അവർ പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണോടി ചേർത്തു. നമ്മൾ സാധാരണ രീതിയിൽ വായുനാറ്റത്തിന് ഒരു ചികിത്സ, താരന് മറ്റൊരു ചികിത്സ, വിയർപ്പ് നാറ്റത്തിന് മറ്റൊരു ചികിത്സ. പക്ഷെ നമ്മൾ ഈ ചികിത്സയിൽ ഇതിന് എല്ലാത്തിനും കൂടി ഒരു ചികിത്സ ചെയ്താൽ മതി. അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ, അതിന്റെ മൂലകാരണം മാറുമ്പോൾ, എർത്ത് എലമെന്റിന്റെ പ്രശ്നം മാറുമ്പോൾ, എലമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും, അതല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ, എയർ എലമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടത്, ഫയർ, എർത്ത്, എയർ, വാട്ടർ, വുഡ്, അങ്ങനെ 5 എലമെന്റ് ആണുള്ളത്. ഒന്നിനെ എഫക്ട് ചെയ്താൽ അടുത്തതിനെ എഫക്ട് ചെയ്യും. എർത്തിനെ എഫക്ട് ചെയ്താൽ എയറിനെ എഫക്ട് ചെയ്യും. എർത്ത് എലമെന്റ് ആണ് സ്റ്റൊമക്കെങ്കിൽ അതിനെ എഫക്ട് ചെയ്താൽ അടുത്ത സംഭവമാണ് എയർ എലമെന്റ്. ആ എയർ എലമെന്റ് പ്രശ്നമാകും. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്രശ്നമായിരിക്കും. ആ എർത്തും എയറും പ്രശ്നം വന്നാൽ ഫയറും പ്രശ്നം വന്നിട്ടുണ്ടാവും. അതിന്റെ തള്ളക്കും പ്രശ്നം വരും. ഇത് മൂന്നും കൂടി കംപ്ലൈന്റ് ആകുമ്പോൾ അത്യാവശ്യം സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും സ്റ്റൊമക്ക്, സ്പ്ലീൻ ഒക്കെ അങ്ങനെയുള്ള പ്രശ്നമായി. ലാസ്റ്റ് അത് ലിവറിനെ എഫക്ട് ചെയ്യും, വുഡ് എലമെന്റിലേക്ക് എഫക്ട് ചെയ്യും. അങ്ങനെ ഇത് ബോഡിയിലെ ആന്തരികാവയവങ്ങളിലേക്ക് എഫക്ട് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മളുടെ വിയർപ്പ് നാറ്റവും നമ്മളുടെ താരനും നമ്മൾ പറയുന്ന വായുനാറ്റവും ഒക്കെ. അപ്പൊ അതിന് സത്യത്തിൽ പുറമേ പുരട്ടിയതുകൊണ്ട് കാര്യമില്ല. വെളുക്കാൻ വേണ്ടി വൈറ്റ് വാഷ് അടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായ? വെളുക്കാൻ വേണ്ടി വൈറ്റ് വാഷ് അടിക്കണതിന് തുല്യമാണ് നമ്മൾ താരം മാറാൻ വേണ്ടി തലയിൽ എണ്ണ പുരട്ടണതും. എന്നാൽ എണ്ണ കുഴപ്പമുണ്ടായിട്ടല്ല, എണ്ണ കൊണ്ട് ചില ആയുർവേദത്തിന്റെ എണ്ണകളെ ഞാൻ കുറ്റം പറയൂല, എണ്ണകൾ കൊണ്ട് തല തണുപ്പിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഹീറ്റ്, ഫയറിനെ കുറക്കുന്നുണ്ട്. അതാണ് എണ്ണ കൊണ്ടുള്ള മറ്റൊരു ഗുണം.